أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد നമ്മൾ നഹ്വിൽ എത്തി നിൽക്കുന്ന ഭാഗം അന്നവാസിബു വൽ ജവാസിമു എന്നുള്ളതാണ്. നവാസിബുകളിലെ മുലാരിയായ ഫിഅലിന് നസ്ബ് ചെയ്യുന്ന 4 ഹർഫുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഒന്ന്, മസ്തരിയായ കൈ പറഞ്ഞിരുന്നു, അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു. പിന്നെ ഇദൻ പറഞ്ഞു, ഇദൻ ഷർത്ത്, ഇദൻ അമൽ ചെയ്യാനുള്ള നിബന്ധനകളും ആ നിബന്ധന ഒത്തു വന്നതിൻ്റെ ഉദാഹരണം, നിബന്ധന ഒക്കാത്തതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ലെന്നിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ അൻ എന്നതിനെ കുറിച്ച്, മസ്തരിയായ അന്നിനെ കുറിച്ച് പറഞ്ഞു. മസ്തരിയായ അന്നിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് വിശദീകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവിടെയാണ് നമ്മൾ നിർത്തിയിരുന്നത്. അന്ന് മസ്തരിയായ അന്ന് മാത്രമല്ല, വേറെയും ഒരുപാട് അന്ന് ഉണ്ട്. അതിൽപ്പെട്ട ഒരു അന്നാണ് മുഫസ്സിറത്തായ അന്ന്. മുഫസ്സിറത്തായ അന്ന് അത് മുലാരിയ ഫേലിന് നസ്ബ് ചെയ്യുകയില്ല. ലാ യൻസിബു അനിൽ മുഫസ്സിറത്തു ബിമാന ഐ എന്ന അർത്ഥത്തിന് വരുന്ന മുഫസ്സിറായ അന്ന് മുലാരിയായ ഫേലിന് നസ്ബ് ചെയ്യുകയില്ല. സൗണ്ട് എല്ലാവർക്കും കുറവാണോ? വ ശുറൂത്തുഹ وشروطها أن تقع بين جملتين وأن يكون في الجملة السابقة معنى القول دون أحرفه وأن لا يدخل عليها حرف جر. ഇതാണ് മുഫസ്സിറായ അന്നിലുള്ള നിബന്ധന. മുഫസ്സിറായ അന്ന് മുലാരിയായ ഫേലിന് നസ്ബ് ചെയ്യാത്ത അന്നാണ്. ഏതാവട്ടെ മുഫസ്സിറായ അന്ന് എന്താണ്? ഒരു അന്ന് മുഫസ്സിറായ അന്നാണ് നമ്മൾ തിരിച്ചറിയാനുള്ള മാർഗം പറയാണ്. ഒന്ന്, അൻ തക്കണ ബൈന ജുംലത്തൈനി, 2 ജുംലകൾക്കിടയിൽ ഒരു അന്ന് വരിക. മാത്രമല്ല അൻ യകൂന ഫിൽ ജുംലത്തി സാബിഖത്തി മഅനൽ ഖൗലി ദൂന അഹ്റുഫിഹി, അതിൽ ഒന്നാമത്തെ ജുംലയിൽ ഖൗലിൻ്റെ അർത്ഥം ഉണ്ടാവണം. ഖൗലിൻ്റെ ഹർഫ് ഉണ്ടാവരുത്, ഖൗലിൻ്റെ അർത്ഥം ഉണ്ടാവണം. ഖൗൽ എന്ന് പറയുക എന്നാണല്ലോ. അപ്പോൾ പറയുക എന്ന ആശയം വരുന്ന ഒരു ഫിഅല്, ഖൗല് അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഫിഅല് മുമ്പുണ്ടായിരിക്കണം ഒന്നാമത്തെ ജുംലയിൽ. മാത്രമല്ല അല്ലാ യദ്ഖുലു അലൈഹ ഹർഫു ജറിൻ, ജറിൻ്റെ ഹർഫ് പ്രവേശിക്കാനും പാടില്ല. ഈ അന്നിൻ്റെ മേൽ ഹർഫു ജർ പ്രവേശിക്കാനും പാടില്ല. ഹർഫു ജർ പ്രവേശിക്കുന്നത് മസ്തരിയായ അന്നിൽ മാത്രമാണ്. അപ്പോൾ ഈ നിബന്ധനയൊക്കെ ഒത്തു വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുഫസ്സിറായ അന്നാണ്, അത് മുലാരിയായ ഫേലിന് നിസ്ബ് ചെയ്യാത്ത മുഫസ്സിറായ അന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുഫസ്സിറായ അന്നിൻ്റെ അർത്ഥം ഐ എന്നാണ്, അതായത് എന്നൊക്കെ മലയാളത്തിൽ പറയാവുന്ന ഒരർത്ഥമാണ് മുഫസ്സിറായ അന്നിനുണ്ടാവുക. മുഫസ്സിറായ അന്നിൻ്റെ ഉദാഹരണം നോക്കൂ. ഫഔഹൈന ഇലൈഹി അനിസ്നഇൽ ഫുൽക. ഫഔഹൈന, നാം ഉത്ബോധനം നൽകി, വഹി നൽകി, ഇലൈഹി, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്. അപ്പോൾ ഉത്ബോധനം നൽകി. എന്താണ് ഉത്ബോധനം? അനിസ്നഇൽ ഫുൽക, നിങ്ങൾ കപ്പൽ നിർമ്മിക്കുവിൻ. ഇസ്ന, നിങ്ങൾ നിർമ്മിക്കുവിൻ. അൽ ഫുൽക, കപ്പലിനെ നിങ്ങൾ നിർമ്മിക്കുവിൻ എന്ന് ഉത്ബോധനം നൽകി. ഇവിടെ ഔഹൈന ഇലൈഹി എന്ന് പറയുമ്പോൾ ഉത്ബോധനം നൽകി എന്ന് വെച്ചാൽ ദിവ്യ സന്ദേശമായി പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ഒരു ഖൗലിൻ്റെ അർത്ഥം അവിടെ ഉണ്ട് ഔഹൈന ഇലൈഹി എന്ന ജുംലയിൽ. ഇസ്നാഇൽ ഫുൽക എന്നുള്ള മറ്റൊരു ജുംലയാണ്. ഈ 2 ജുംലകൾക്കിടയിൽ അന്ന് വന്നു. ഒന്നാമത്തെ ജുംലയിൽ നമ്മൾ പറഞ്ഞു ഖൗലിൻ്റെ അർത്ഥമുണ്ട്, ഖൗലിൻ്റെ ഹർഫുകളില്ല. കാരണം ഔഹൈന വഹി എന്നതിൽ നിന്ന് പോകുന്ന ഫീലാണ് ഇവിടെ ഉള്ളത്, ഖൗലിൽ നിന്ന് പോകുന്ന ഫീലല്ല. അപ്പോൾ ഖൗലിൻ്റെ മഅനയുണ്ട്, ഖൗലിൻ്റെ ഹർഫുകളില്ല. പിന്നെ ജറിൻ്റെ ഹർഫ് അന്നിൽ പ്രവേശിച്ചിട്ടും ഇല്ല. അപ്പോൾ മനസ്സിലാക്കാം ഈ അന്ന്
മുഫസ്സിറത്തായ അന്നാണ്. ഇത് മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യാത്ത അന്നാണ്. മറ്റൊരു ഉദാഹരണം കത്തബുത്തു ഇലൈഹി അൻ യഫ് അലു കഥ. കത്തബുത്തു ഇലൈഹി ഞാൻ അദ്ദേഹത്തിലേക്ക് കത്തെഴുതി, അൻ യഫ് അലു കഥ അതായത് അദ്ദേഹം ഇന്നാലിൻ്റെ കാര്യം നിർവഹിക്കണം, ഇന്നാലിൻ്റെ കാര്യം ചെയ്യണം എന്ന് ഞാൻ കത്തെഴുതി. അവിടെയും കത്തബുത്തു ഇലൈഹി എന്ന് പറയുമ്പോൾ കത്തബ എന്നുള്ളത് ഒരു കൗലിൻ്റെ മാനുണ്ട്. എഴുതി എന്ന് പറയുമ്പോൾ എഴുതി പറഞ്ഞു കൊടുത്തു, എഴുതി അറിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു എന്നൊക്കെ ഒരു ആശയമുണ്ടല്ലോ. അതിനുശേഷം അന്ന് വന്നു, ശേഷം വേറൊരു ജുംലയും വന്നു. ഇങ്ങനെ രണ്ട് ജുംലകൾക്കിടയിലാണ് അന്ന് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ജുംലയിൽ കൗലിൻ്റെ അർത്ഥമുണ്ട്. ഇങ്ങനെ വരുന്ന ഈ അന്നിനാണ് മുഫസ്സിറത്തായ അന്ന് എന്ന് പറയാം. അപ്പോൾ കത്തബുത്ത് ഇലൈഹി എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിനൊക്കെ എഴുതി അറിയിച്ചു കൊടുത്തു, എന്താണ് അറിയിച്ചു കൊടുത്ത കാര്യം എന്ന് വിശദീകരിക്കുന്ന അന്നാണ് ഈ അന്ന്. ഈ അന്ന് മുളാരിയ ഫീലിന് നസ്ബ് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അൻ യഫ്അലു എന്ന് വായിച്ചത്. ഒന്നാമത്തെ ജുംലയിൽ അൻ ഇസ്നഇൽ ഫുൽക എന്നുള്ളത് പിന്നെ മുളാരി ഇല്ല. ഇസ്ന എന്നുള്ള അമ്ര ഫീലാണ്, അവിടെ മുളാരി ഇല്ല. മുളാരി ഉണ്ടെങ്കിൽ തന്നെ അത് ഒരിക്കലും മൻസൂബ് ആവുകയില്ല. അന്ന് ആ മുളാരിക്ക് നസ്ബ് ചെയ്യൂല. അത് മുഫസ്സിറത്തായ അന്നാണ്. ഇനി വേറൊരു അന്നാണ് സായിദയായ അന്ന്. വല യൻസിബു അൻ സായിദത്തു. സായിദയായ അന്നും നസ്ബ് ചെയ്യുകയില്ല. എന്താണ് സായിദയായ അന്ന് എന്ന് പറഞ്ഞാൽ? വഹിയ അ താലിയത്തു ലി ലമ്മ അ തൗഖീത്തിയ. ലമ്മയുടെ തൊട്ട് ശേഷം വരുന്ന അന്ന് അത് സായിദയായ അന്നാണ്. ലമ്മ ഒരു വഖത്തിനെ സൂചിപ്പിക്കുന്ന, ഇപ്പോൾ ലമ്മ അൻജ അൽ ബഷീറു, ബഷീർ വന്നപ്പോൾ, സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകൻ വന്നപ്പോൾ, ഇങ്ങനെ ബഷീർ വന്നപ്പോൾ ആ വഖത്തിനെ അറിയിക്കുന്ന ലമ്മ. ഈ ലമ്മയുടെ ശേഷം വരുന്ന അന്ന് സായിദയായ അന്നാണ്. അതുപോലെ തന്നെ അൽ വാഖിഅത്തി ബൈനൽ കാഫി വ മജ്റൂരിഹ. കാഫിൻ്റെയും അതിൻ്റെ മജ്റൂറിൻ്റെയും ഇടയിൽ, കാഫ് ജറിൻ്റെ അർഫാണ്, കാഫിൻ്റെയും അതിൻ്റെ മജ്റൂറിൻ്റെയും ഇടയിൽ വരുന്ന അന്ന് സായിദയായ അന്നാണ്. അതിലുദാഹരണമാണ് വയോബൻ തുവാഫീന ബി വജ്ഹിൻ മുഖസ്സമിൻ കഅൻ ലബിയത്തിൻ തഅതു ഇലാ വാരിഖിസ്സൽമി. അവിടെ ക ലബിയത്തിൻ എന്നുണ്ടാവാം. ക ലബിയത്തിൻ, കാഫ് ജറിൻ്റെ അർഫാണ്, ലബിയത്ത് മജ്റൂറാണ്, അതിനിടയിൽ ഒരു അന്ന് വന്നു. ഈ അന്ന് സായിദയായ അന്നാണ്. അതുപോലെ തന്നെ വേറൊരു കാഫാണ്, വേറൊരു അന്നാണ് ഔ ബൈനൽ ഖസമി വലൗ. ഖസമിൻ്റെയും ലൗവിൻ്റെയും ഇടയിൽ വരുന്ന അന്ന്. ഖസമ് എന്ന് പറഞ്ഞാൽ സത്യം ചെയ്ത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലഫ്ലുകൾക്കാണ് ഖസമ് എന്ന് പറയുക. ഈ ഖസമിൻ്റെയും ലൗവിൻ്റെയും ഇടയിൽ വരുന്ന അന്ന് അത് സായിദയായ അന്നായിരിക്കും. ഉദാഹരണത്തിന് ഫ ഉഖ്സിമു അൻ ലവിൽ തഖൈനാ വ അൻതുമു ലകാന ലക്കും യൗമും മിനശ്ശർരി മുദ്ലിമു. ഇവിടെ ഉഖ്സിമു എന്ന ഖസമുണ്ട്. എന്നിട്ട് പറയണം ലവിൽ തഖൈന വ അൻതും, നമ്മളും നിങ്ങളും യുദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ ലകാന ലക്കും യൗമും മിനശ്ശർരി മുദ്ലിമു, നിങ്ങൾക്ക് പരാജയപ്പെട്ട ഒരു ദിവസം, ഇരുണ്ട ഒരു ദിവസം നിങ്ങൾക്കുണ്ടാകും എന്ന് സത്യം ചെയ്ത് പറയാണ്. ഇവിടെ ഉഖ്സിമു എന്നതിൻ്റെയും ലൗ എന്നതിൻ്റെയും ഇടയിൽ അന്ന് വന്നു. ഈ അന്ന് സായിദയായ അന്നാണ്. അതുപോലെ തന്നെ അവസാനത്താണ് വൽ വാഖിയത്തു ബഅദ ഇദാ. ഇദാ എന്നതിൻ്റെ ശേഷം വരുന്ന അന്ന്. ഉദാഹരണം ഫഅംഹാലഹു ഹത്താ ഇദാ അൻ കഅന്നഹു മുആതി യദി ഫീ ലുജ്ജത്തിൽ മാഇ ഗാമിരി. ഫഅംഹലഹു, ആ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യനെ രക്ഷിക്കാതെ ഞാൻ അവിടെ തന്നെ ഇട്ടേച്ചു, രക്ഷിക്കാതെ ഞാൻ അവന് താമസം ചെയ്തു, രക്ഷിക്കാതെ ഞാൻ താമസം ചെയ്തു വെച്ചു. ഏതുവരെ? ഹത്താ ഇദാ അൻ കഅന്നഹു മുആതി യദിൻ ഫീ ലുജ്ജത്തിൽ മാഇ ഗാമിരി. ആകെ മൂടി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന വെള്ളത്തിൽ, നല്ല ആഴിയുള്ള വെള്ളത്തിൽ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഫുള്ള് താഴേക്ക് ഇറങ്ങിപ്പോയി. ലാസ്റ്റ് കൈ മാത്രം കാണുന്നൊരവസ്ഥ ഉണ്ടല്ലോ. എന്തെങ്കിലും പിടിവള്ളി കണ്ടാൽ പിടിക്കാവുന്ന രൂപത്തിൽ കൈ പൊന്തിച്ച് നിൽക്കുന്നൊരവസ്ഥ. ആ അവസ്ഥ എത്തുന്നത് വരെ ഞാൻ അവരെന്ത് ചെയ്തു? താമസം ചെയ്തു കൊടുത്തു എന്നാണ് ബൈത്തിൻ്റെ സാരം. ഇവിടെ ഇദാ എന്നതിന് ശേഷം അന്ന് വന്നു. ഈ അന്ന് സായിദയായ അന്നാണ്. അപ്പോൾ 4 സ്ഥലങ്ങളിൽ വരുന്ന അന്ന് സായിദയായ അന്നാണ്. ഒന്ന് ലമ്മയുടെ ശേഷം വരുന്ന അന്ന്,
പിന്നെ കാഫിൻ്റെയും മജ്റൂറിൻ്റെയും ഇടയിൽ വരുന്ന അന്ന്, ഖസമിൻ്റെയും ലൗവിൻ്റെയും ഇടയിൽ വരുന്ന അന്ന്, ഇതാ എന്നതിൻ്റെ ശേഷം വരുന്ന അന്ന്, ഇങ്ങനെയുള്ള അന്ന് അത് സായിദിയായ അന്നായിരിക്കും. ആ അന്നും മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യാത്ത അന്നാണ്. അതുപോലെ വേറെ ഒരു അന്നാണ് വലാ യൻസിബുൽ മുളാരിയ അനിൽ മുഖഫഫത്തു മിന സഖീല. വലാ തൻസിബുൽ മുളാരിയ, മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യുകയില്ല അനിൽ മുഖഫഫത്തു മിന സഖീല, സഖീലയായ അന്നയിൽ നിന്ന് തഖ്ഫീഫ് ചെയ്തുണ്ടാക്കുന്ന അന്ന്. അന്ന എന്നതിൻ്റെ മറ്റൊരു രൂപമാണ് അൻ എന്ന് തഖ്ഫീഫ് ചെയ്തുകൊണ്ട് ലഘൂകരിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന രൂപമുണ്ട്. ഈ രൂപവും ഈ അന്നും മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യില്ല. അപ്പോൾ മിൻഹ അനിൽ മസ്ബൂഖത്തു ബി അലിമ വനഹബിഹി, അലിമ എന്നതിൻ്റെയും അതുപോലെ തന്നെ അലിമയുടെ അതേ അർത്ഥം വരുന്ന ഒരുപാട് ഫീലുകളുണ്ട്. റഅ, തഹഖഖ, തയക്കന, തബയ്യന, ഇങ്ങനെ അറിഞ്ഞു, ഉറപ്പിച്ച് മനസ്സിലാക്കി എന്നൊക്കെ അർത്ഥം വരുന്ന ഈ ഇൽമ എന്നർത്ഥം വരുന്ന മറ്റ് ഫീലുകൾ, ആ ഫീലുകൾക്ക് ശേഷം വരുന്ന അന്ന് അത് മുഖഫഫായ അന്നായിരിക്കും. അതൊരിക്കലും മുളാരിയായ ഫീലിന് നസ്ബ് ചെയ്യൂല. അതിന് ഉദാഹരണം നോക്കൂ. അലിമ അൻ സയകൂനു മിൻകും മർള. അലിമ അല്ലാഹു തആല അറിഞ്ഞിരിക്കുന്നു. അൻ സയകൂനു മിൻകും മർള, അൻ തീർച്ചയായും കാര്യം. മുഖഫഫായ അന്നാണ്. അന്നയുടെ ഇസ്മ കളയപ്പെട്ടതാണ്, ഷെയ്ൻ്റെ ലമീറായിരിക്കും. അപ്പോൾ അന്നഹു എന്നുണ്ടാവും, തീർച്ചയായും കാര്യം. സയകൂനു മിൻകും, നിങ്ങളിൽ ഉണ്ടാകും, മർള രോഗികൾ ഉണ്ടാകും എന്ന കാര്യം അല്ലാഹു തആല അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ഇന്നാലിൻ്റെ ഇളവുകളൊക്കെ അല്ലാഹു നൽകിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതാവട്ടെ, ഇവിടെ അലിമയുടെ ശേഷം വരുന്ന അൻ അത് മുഖഫഫായ അന്നാണ്. മുളാരിയ ഫീൽ നസ്ബ് ചെയ്യുകയില്ല. അതുകൊണ്ടാണ് അൻ സയകൂനു എന്ന് റഫ് ചെയ്ത് വായിച്ചത്. ഓക്കെ, മറ്റൊരു ഉദാഹരണം നോക്കൂ. അഫലാ യറൗന, അവർ മനസ്സിലാക്കുന്നില്ലേ, അവരറിയുന്നില്ലേ. അൻ ലാ യർജിഉ ഇലൈഹിം ഖൗലൻ, അൻ ലാ യർജിഉ, ഈ പശുക്കുട്ടി മടക്കുന്നില്ല, ഇലൈഹിം അവരിലേക്ക്, ഖൗലൻ ഒരു വാക്കും മടക്കി പറയുന്നില്ല. പശുക്കുട്ടിയെ ഉണ്ടാക്കി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൗമ്, അതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പറയാണ് ആ പശുക്കുട്ടി, ആ പശുക്കുട്ടി ദൈവമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ അവർ കാണുന്നില്ലേ, ആ പശുക്കുട്ടി ഇവർ പറയുന്ന ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല എന്ന് അവർ അറിയുന്നില്ലേ. അപ്പോൾ ഈ അറിയുക എന്നർത്ഥം വരുന്ന റ, അലിമയുടെ അർത്ഥം വരുന്ന റ, അതിനുശേഷം അന്ന് വന്നു. ഈ അന്ന് മുഖഫഫായ അന്നാണ്. അപ്പോൾ അൻ തീർച്ചയായും കാര്യം, ലാ യർജിഉ എന്നുള്ള ആ ജുംല അന്നിൻ്റെ ഖബറായിട്ട് അങ്ങനെ വരിക. ഏതായാലും ആ അന്നെന്താവില്ല, മുളാരിയ ഫീലിക്ക് നസ്ബ് ചെയ്യില്ല. അതുകൊണ്ടാണ് അല്ലാ യർജിഅ എന്ന് വായിക്കാത്തത്. അപ്പോൾ മുളാരിയായ ഫീലിക്ക് നസ്ബ് ചെയ്യുന്നത് മസ്ദരിയായ അന്ന് മാത്രമാണ്. മുഖഫഫായ അന്ന്, അതുപോലെ തന്നെ സായിദിയായ അന്ന്, മുഫസ്സിറത്തായ അന്ന്, ഇതൊന്നും മുളാരിക്ക് നസ്ബ് ചെയ്യില്ല എന്ന് സാരം. വയജൂസു ഫി അൻ അൽ മസ്ബൂഖത്തു ബി ലന്ന വലം യകുൻ ബൈനഹുമാ ഫാസിലുൻ ഗൈറു ലാ അൻ തകൂന മസ്ദരിയതൻ ഫതൻസിബുൽ മുളാരിഅ ഔ മുഖഫഫതൻ ഫലാ തൻസിബു. യജൂസു അനുവദനീയമാണ്, ഫി അൻ അന്നിൽ അനുവദനീയമാണ്. അൻ ഏത് അന്നാണ്? അൽ മസ്ബൂഖത്ത് ബി ലന്ന, അതിനു മുമ്പ് ലന്ന വന്നു. ലന്ന എന്ന് പറഞ്ഞാൽ അലിമയുടെ, അലിമ എന്നുള്ള നേരത്തെ വന്നത് ഉറപ്പുള്ള ഫീലിനാണ് അലിമ എന്നറിയാം. ലന്ന എന്ന് പറയുമ്പോൾ ചെറിയ ധാരണ, വിചാരിച്ചു എന്നൊക്കെ അർത്ഥം വരുന്ന ഫീലാണ് ലന്ന. ഈ ലന്നയോ അല്ലെങ്കിൽ തുല്യമായ അതേ അർത്ഥം വരുന്ന മറ്റ് ഫീലുകളോ മുന്നിൽ വരികയാണെങ്കിൽ, അന്നിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ ആ അന്നിൽ അനുവദനീയമാണ് അൻ തക്കൂന മസ്തരിയത്തൻ, അത് മസ്തരിയാവാനും പറ്റും, ഔ മുഖഫഫത്തൻ അല്ലെങ്കിൽ മുഖഫഫ് ആവാനും പറ്റും. അത് രണ്ട് രൂപത്തിലും ഉപയോഗിക്കാൻ അർത്ഥം. നിബന്ധനയുണ്ട്, വലം യക്കുൻ ബൈനഹുമ ഫാസിലുൻ ഗൈറു ലാ എന്നൊരു നിബന്ധന കൂടി ഉണ്ട്. ആ ലന്നയുടെയും അന്നിൻ്റെയും ഇടയിൽ മറ്റൊന്നും
ഫാസിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ ലാ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ലാ അല്ലാതെ വേറെ ഒരു ഫാസിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഉദാഹരണം നോക്കാം. വഹസിബു അല്ലാ തകൂന ഫിത്നത്തുൻ. വഹസിബു അവർ വിചാരിച്ചു. ഇത് ലന്നയുടെ അതേ അർത്ഥമുള്ള മറ്റു ഫീലാണ് ഹസിബ. ബനു ഇസ്രായേലുകാർ വിചാരിച്ചു അൻ ലാ തകൂന ഫിത്നത്തുൻ, ഒരിക്കലും ഫിത്ന ഉണ്ടാവുകയില്ല എന്നവർ വിചാരിച്ചു. അപ്പോൾ ഫിത്ന ഉണ്ടാകാതിരിക്കലിനെ അവർ വിചാരിച്ചു എന്നർത്ഥം. അല്ലാ തകൂന ഫിത്നത്തുൻ. അവിടെ വഹസിബു അല്ലാ തകൂനു ഫിത്നത്തുൻ എന്നും വായിക്കാം. അപ്പോൾ അല്ലാ തകൂനു എന്ന് വായിക്കൽ എങ്ങനെയാണ്? ഈ ഹസിബക്ക് ഒരു മജാസായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അലിമ എന്നർത്ഥം കൊടുക്കും. അപ്പോൾ ഹസിബു അവർ ഉറപ്പിച്ച് മനസ്സിലാക്കി എന്ന അർത്ഥം കൊടുക്കും. അപ്പോൾ അലിമിൻ്റെ അർത്ഥമായല്ലോ. എന്നിട്ട് എന്ത് പറയും? അൻ ലാ തകൂനു ഫിത്ന, ആ അന്ന് മുഖഫഫായ അന്നാക്കി വെച്ചിട്ട് എന്ത് ചെയ്യും? അല്ലാ തകൂനു എന്ന് വായിക്കും. ഇനി അതല്ല എങ്കിൽ വഹസിബു അല്ലാ തകൂന ഫിത്നത്തുൻ, അന്ന് മസ്തരിയ എന്നായിട്ട് നസ്ബ് കൊടുക്കുകയും ചെയ്യാം. ഏതായാലും രണ്ട് രൂപം പറ്റും. ലന്ന അല്ലെങ്കിൽ അതുപോലത്തെ ഫെയിലുകളാണ് അന്നിൻ്റെ മുമ്പ് വന്നതെങ്കിൽ ആ അന്ന് മസ്തരിയ ആവാനും പറ്റും, മുഖഫഫ് ആവാനും പറ്റും. മുഖഫഫായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുളാരിക്ക് നസ്ബ് ചെയ്യുകയില്ല. മസ്തരിയായിട്ടാണ് സങ്കല്പിക്കുന്നതെങ്കിൽ അത് മുളാരിയ ഫിലിക്ക് നസ്ബ് ചെയ്യുകയും ചെയ്യും. ഏതാവട്ടെ, നമ്മൾ പറഞ്ഞിരുന്നു ഹസിബയുടെയും അല്ലെങ്കിൽ ലന്നയുടെയും ഈ പറയപ്പെട്ട ഫീലിൻ്റെയും ഇടയിൽ ഒരു ഫാസിൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ ലാ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഫാസിലുണ്ട്, ലാ എന്ന ഫാസിലുണ്ട്. ഹസിബയുടെയും ഫീലിൻ്റെ ഇടയിൽ ലാ ഉണ്ട്. ലാ അല്ലാത്ത വേറെ ഏതെങ്കിലും ഫാസിൽ വരികയാണെങ്കിൽ അന്ന് മസ്തരിയാക്കാൻ പറ്റുകയില്ല, എന്തായാലും മുഖഫഫ് ആവാനേ പറ്റുള്ളൂ. അതാണ് അടുത്ത പോയിന്റ്. ഫലാ യൻസിബു അൻ ഇദാ കാന ബൈനഹുമാ ഫാസിലുൻ ഗൈറു ലാ. ലാ അല്ലാത്ത മറ്റെന്തെങ്കിലും ഫാസിൽ ഉണ്ടെങ്കിൽ, ഈ അന്നിൻ്റെയും ഫീലിൻ്റെയും ഇടയിലുണ്ടെങ്കിൽ അവിടെ നസ്ബ് ചെയ്യുകയില്ല. കാരണം ലിതഅയ്യുനി കൗനിഹ മുഖഫഫത്തൻ, അങ്ങനെ ഫാസിലുണ്ടെങ്കിൽ ആ അന്ന് ഒരിക്കലും മസ്തരിയായ അന്ന് ആവുകയില്ല, അത് മുഖഫഫായ അന്ന് മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് അന്നിൻ്റെയും ഫീലിൻ്റെയും ഇടയിൽ ലാ അല്ലാതെ മറ്റൊരു ഫാസിലുണ്ടെങ്കിൽ പിന്നെ നസ്ബ് എന്തായാലും ഉണ്ടാവില്ല. ഉദാഹരണം നോക്കൂ. ഖിൽത്തു അൻ സതകൂനു ഫിത്നത്തുൻ. ഖിൽത്തു അത് നമ്മളെ ലന്ന ബാബിൽപ്പെട്ടാണ്. ഖിൽത്തു ഞാൻ വിചാരിച്ചു. അൻ എന്താ വിചാരിച്ചത്? അൻ സതകൂനു ഫിത്നത്തുൻ, അൻ തീർച്ചയായിട്ടും കാര്യം, സതകൂനു ഫിത്നത്തുൻ ഫിത്ന എന്തായാലും ഉണ്ടാകും എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ അന്നിൻ്റെയും തക്കൂനു ഫീലിൻ്റെയും ഇടയിൽ സീന് വന്നിട്ടുണ്ട്. അതായത് ലാ അല്ലാത്ത മറ്റൊന്ന് ഫസൽ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഫസൽ ചെയ്താൽ ഈ അന്ന് ഒരിക്കലും മസ്തരിയായ അന്നാക്കാൻ പറ്റൂല, മറിച്ച് മുഖഫഫായ അന്നായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ശേഷമുള്ള മുദാരിക്ക് നസ്ബ് കിട്ടൂല. അതാണ് സതകൂനു എന്ന് വായിച്ചത്. അതുപോലെ ഖിൽത്തു അൻ ലൻ തഖൂമ. ഖിൽത്തു ഞാൻ വിചാരിച്ചു, അൻ തീർച്ചയായും കാര്യം, ലൻ തഖൂമ നീ നിൽക്കുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ അന്നിൻ്റെയും തഖൂമ എന്നുള്ള ഫീലിൻ്റെയും ഇടയിൽ ലെന്ന് വന്നിട്ടുണ്ട്. ലെന്ന് അത് ലാ അല്ലാത്ത മറ്റൊന്ന് ഫസൽ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോഴും എന്താവില്ല, ഈ അന്ന് ഒരിക്കലും ശേഷമുള്ള തഖൂമക്ക് നസ്ബ് ചെയ്യുകയില്ല. കാരണം ആ അന്നെന്താണ്? മുഖഫഫായ അന്നാണ്. പിന്നെ തഖൂമക്ക് നസ്ബ് ഉള്ളത് ലെന്ന് നസ്ബ് ചെയ്തതാണ്, അല്ലാതെ അന്ന് നസ്ബ് ചെയ്തതല്ല. ഈ അന്നൊരിക്കലും നസ്ബ് ചെയ്യുകയില്ല, കാരണം ആ അന്ന് മുഖഫഫായ അന്നായിരുന്നു. അപ്പോൾ ഇതാണ് അന്നിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ അന്ന് ചിലപ്പോൾ സങ്കല്പിക്കപ്പെട്ടുകൊണ്ട് മുഖദ്ദറായിക്കൊണ്ട് ചിലപ്പോൾ നസ്ബ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത ചർച്ച. അപ്പോൾ തുളുമറു അൻ ജവാസൻ ഫി മൗദിഇനി. അന്നിന് മറക്കപ്പെടും ജവാസൻ അനുവദനീയമായ രൂപത്തിൽ ഫി മൗദിഇനി രണ്ട് സ്ഥലങ്ങളിൽ. ഒന്നാമത്തത് ബഅദ ഹർഫിൻ ആത്തിഫിൻ, അത്ഫിൻ്റെ അക്ഷരത്തിൻ്റെ ശേഷം. എങ്ങനത്തെ അത്ഫിൻ്റെ അക്ഷരമാണ്? മസ്ബൂഖിൻ ബിസ്മിൻ ഖാലിസിൻ മിൻ തഅ്വീലിഹി ബിൽ ഫിഅലി. ഫിഅലായി തഅ്വീൽ ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത, ഫിഅൽ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഇസ്മ്, അതിനാണ് ഖാലിസായ ഇസ്മു എന്ന് പറയാം. ആ ഖാലിസായ ഇസ്മു കൊണ്ട് മുൻകടക്കപ്പെട്ട
അത്തഫിൻ്റെ അക്ഷരത്തിന് ശേഷം. അതായത് ഒരു ഖാലിസായ ഇസ്മ ആദ്യം വന്നു. ഖാലിസായ ഇസ്മ എന്ന് പറഞ്ഞാൽ ഫെയിലായിട്ട് വ്യാഖ്യാനിക്കാനൊന്നും പറ്റാത്ത ഇസ്മിനാണ് ഖാലിസായ ഇസ്മ എന്ന് പറയുക. അങ്ങനത്തെ ഒരു ഇസ്മ വന്നു. അതിന് ശേഷം ഒരു അത്തഫിൻ്റെ അക്ഷരം വന്നിട്ട് നമ്മളെ മുദാരിയായ ഫീൽ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ അന്ന് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ഏതായാലും അവിടെ നസ്ബായിരിക്കും ആ മുദാരിയായ ഫീലിന് ഇറാബ് ഉണ്ടാവാം. അന്ന് വേണമെങ്കിൽ സ്വരിഹൻ പറയാം, അല്ലെങ്കിൽ അന്ന് ഒഴിവാക്കുകയും ചെയ്യാം. ഒഴിവാക്കിയാലും പറഞ്ഞാലും ആ മുദാരിക്ക് നസ്ബ് ഉണ്ടാവും. അന്നോട് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയപ്പെട്ട അന്ന് നസ്ബ് ചെയ്തു, കളഞ്ഞിട്ടുണ്ടെങ്കിൽ കളയപ്പെട്ട മുഖദ്ദറായ അന്ന് നസ്ബ് ചെയ്തു എന്ന് വരാം. ഇവിടുത്തെ അത്തഫിൻ്റെ അക്ഷരങ്ങളുടെ ഉദ്ദേശം വാവ്, ഫാ, സുമ്മ, ഔ ഇങ്ങനെ 4 അക്ഷരങ്ങളാണ് ഇവിടുത്തെ അത്തഫിൻ്റെ അക്ഷരങ്ങളുടെ ഉദ്ദേശം. അത്തഫിൻ്റെ അക്ഷരങ്ങൾ 10 ഉണ്ട്, പക്ഷെ ഇവിടെ ഉദ്ദേശം ഈ 4 അക്ഷരങ്ങളാണ്. ഏതായാലും 4ൻ്റെയും ഉദാഹരണങ്ങൾ പറയാം. ഒന്ന് വാവിൻ്റെ ഉദാഹരണം നോക്കൂ. ല ലുബുസു അബാഅത്തിൻ വ തഖറഅൈനി അഹബ്ബു ഇലയ്യ മിൻ ലുബുസി ഷഫൂഫി. മുആവിയത്ത് എന്നവരുടെ ഭാര്യ നേരത്തെ അടിമസ്ത്രീയായിരുന്ന ഭാര്യയെ വിവാഹം ചെയ്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊട്ടാര ജീവിതത്തിലുണ്ടാകുന്ന സുഖങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ ഭാര്യയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജീവിതമായിരുന്നു അവർക്ക് ഏറ്റവും ഇഷ്ടം. നേരത്തെ രാജകീയ വസ്ത്രങ്ങളൊന്നുമില്ല, കരിമ്പണം ധരിക്കലാണ്. നല്ല കട്ടിയുള്ള ചാക്ക് പോലത്തെ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. എന്നാലും ആ സമയത്തുണ്ടായിരുന്ന കൺകുളിർമയൊന്നും രാജകൊട്ടാരത്തിലില്ല. രാജകൊട്ടാരത്തിൽ നല്ല ഡ്രസ്സുണ്ട്, നല്ല ഭക്ഷണങ്ങളുണ്ടെങ്കിലും ഒരു മനസ്സമാധാനം ഇല്ല എന്നാണ് അവർ കവിതയിൽ പറയുന്നത്. ല ലുബുസു അബാഅത്തിൻ കരിമ്പടം ധരിക്കലാകുന്നത്, നല്ല കട്ടിയുള്ള വസ്ത്രം ധരിക്കലാകുന്നത്. വ തഖറഅൈനി എന്നിട്ട് എൻ്റെ കണ്ണ് കുളിർമയാവലുമാകുന്നത്. അഹബ്ബു ഇലയ്യ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൻ ലുബുസി ഷഫൂഫി ഷഫൂഫ് ധരിക്കുന്നതിനേക്കാൾ. ഷഫൂഫ് എന്ന് പറഞ്ഞാൽ നല്ല കനം കുറഞ്ഞ വസ്ത്രത്തിനാണ് ഷഫൂഫ് എന്ന് പറയാം. അതായത് കൊട്ടാരത്തിലൊക്കെ ധരിക്കുന്ന നല്ല മിനുസമുള്ള നല്ല ഡ്രസ്സുകൾ. അപ്പോൾ ഇത്തരം ഡ്രസ്സുകൾ ധരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം കരിമ്പണം ധരിക്കലും എന്നിട്ട് എൻ്റെ കൺകുളിർമയാവലുമാണ്, അതായത് എൻ്റെ ആ പഴയ ജീവിതമാണ് എന്നാണ് ഈ പെണ്ണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ല ലുബുസു അബാദിൻ കരിമ്പണം ധരിക്കൽ ആകുന്നത്. അപ്പോൾ ലുബുസ് എന്ന് പറയുന്ന ഒരു മസ്തർ വന്നിട്ടുണ്ട്. അവിടെ കത്തഫാണ്. വ തഖറഅൈനി എന്നിട്ട് എൻ്റെ കൺകുളിർമയാവലും ആകുന്നത്. ഇവിടെ വ തഖറ എന്നുള്ളത് വ അൻ തഖറ എന്നാണ്. തഖറ മുദാരിയ ഫീലാണ്. ഖറ യഖറു മുദാരിയ ഫീലാണ്. ആ മുദാരിയ ഫീലിനെ വാവ് കൊണ്ട് അത്ഫ് ചെയ്തു. എങ്ങോട്ട് അത്ഫ് ചെയ്തത്? ലുബുസ് എന്ന് പറയുന്ന ഒരു ഖാലിസായ ഇസ്മിനേക്കാണ്, ഇസ്മിൻ്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ മുദാരിയ ഫീ അന്ന് മറഞ്ഞുകൊണ്ട് മുദാരിയ ഫീക്ക് നസ്ബ് ചെയ്യൽ നസ്ബ് ഉണ്ട് എന്നർത്ഥം. അവിടെ അന്ന് പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം. ഇവിടെ കവി കളഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മൾ സങ്കല്പിക്കുക. വ അൻ തഖറ. എന്നിട്ട് ആ വ അൻ തഖറ എന്നുള്ള മസ്തർ ഉണ്ടല്ലോ, അന്നും തഖറയും കൂടുമ്പോൾ ഒരു മസ്തറായിട്ട് വ്യാഖ്യാനിക്കണമല്ലോ. മസ്തറിയ അന്നാവുമ്പോൾ ശേഷമുള്ള ഫീലിനെയും അന്നിനെയും കൂടി ഒരു മസ്തറായി തെവീൽ ചെയ്യണം. എന്താ തെവീൽ ചെയ്യപ്പെട്ട മസ്തർ ലുബുസുമക്ക് അത്തുഫാണ്. അപ്പോൾ ലുബുസ് മുബത്താണ്, അവിടെ കത്തുഫാണ്. വ അൻ തഖറ. അപ്പോൾ അതിനും മഹല്ല് നസ്ബായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഖാലിസായ ഇസ്മാണ് ലുബുസ്. അവിടേക്ക് അത്തുഫ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ അന്നം പറഞ്ഞ് നസ്ബ് ചെയ്യൽ. അപ്പോൾ ഫൈൻ ഖാൻ ഇസ്മു മുഅവ്വലൻ ബിൽ ഫിഇലി ഫീലിനെ അല്ല ആ ഇസ്മ് ഫീൽ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഇസ്മാണെങ്കിൽ എന്നാൽ പിന്നെ ലം യുൻസബിൽ ഫിഇലിൽ മഅ്തൂഫു ഈ മഅ്തൂഫായ ഫീലിന് നസ്ബ് ചെയ്യപ്പെടുകയില്ല. ബി അനിൽ മുദ്മറായ അന്നുകൊണ്ട് നസ്ബ് ചെയ്യപ്പെടുകയില്ല. ഉദാഹരണത്തിന് അത്വാഇറു ഫയുഗ്ലിബു സൈദൻ അദ്ദുബാബു. അത്വാഇറു ഫയുഗ്ലിബു സൈദനി ദുബാബു. അത്വാഇറു പറക്കുന്ന പക്ഷിയാകുന്നത്. എന്നിട്ട് ഫയുഗ്ലിബു എന്നിട്ട് ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്യുന്ന പക്ഷിയാകുന്നത്. ആരെ? സൈദിനെ ദേഷ്യം പിടിപ്പിക്കുന്ന പക്ഷിയാകുന്നത് അദ്ദുബാബു ഈച്ചയാകുന്നു.
ഇവിടെ അത്വാഇറു എന്ന് പറയുമ്പോൾ ത്വാഇർ ഇസ്മു ഫായിലാണ്. ഇസ്മു ഫായിലൊക്കെ വരുന്ന അലിഫ്ലാം എന്ന് പറയുന്നത് അത് മൗസൂലയുടെ അലിഫ്ലാമായിരിക്കും. അപ്പോൾ അത്വാഇറു എന്ന് പറഞ്ഞാൽ ശരിക്ക് അല്ലദി യത്തീറു എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഉണ്ടാവുക. അല്ലദി യത്തീറു. അല്ലദി യത്തീറു എന്നാണ് അവിടെ ഉണ്ടാവുക. അവിടെ ത്വാഇർ എന്നുള്ള ഇസ്മിനെ യത്തീറു എന്ന ഫിഅൽ കൊണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചു. ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഇസ്മാണ് ത്വാഇർ എന്നുള്ളത്. അതുകൊണ്ട് അതിലേക്ക് അതിൻ്റെ മേലെ അത്തഫ് ചെയ്യുമ്പോൾ ഇവിടെ ഫയുഗ്ലിബു എന്നുള്ളത് ത്വാഇറുമൊക്കെ അത്തഫാണ്. പക്ഷേ യുഗ്ലിബുവിന് അന്യം മറിഞ്ഞ് നസ്ബ് ചെയ്യുകയില്ല. കാരണം മുമ്പുള്ള ഫെയിൽ കൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഇസ്മാണ് എന്നുകൊണ്ട്. അപ്പോൾ ഖാലിസായ ഇസ്മാണ് ലുബുസ് പോലെ, ലുബുസ് മസ്തറാണ്. ഇങ്ങനെ ഖാലിസായ ഇസ്മാവുമ്പോഴാണ് അതുക്ക് അത്തഫ് ചെയ്യുമ്പോൾ അന്യം മറിഞ്ഞ് നസ്ബ് ചെയ്യില്ല. അത്തഫിൻ്റെ അക്ഷരങ്ങൾ വാവ്, ഫാ, സുമ്മ, ഔ 4 ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ വാവിൻ്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി ഫായിൻ്റെ ഉദാഹരണം നോക്കാം. ലൗലാ തവക്കുഉ മുഅ്തരിൻ ഫഉർദിയഹു മാ കുന്തു ഊസിറു ഇത്റാബൻ അലാ തറബി. ലൗലാ തവക്കുഉ മുഅ്തരിൻ. മുഅ്തർ എന്ന് പറഞ്ഞാൽ ഫക്കീറാണ്, ദരിദ്രനാണ്. ഈ ദരിദ്രന്മാർ വരുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിൻ്റെ ഫഉർദിയഹു, എന്നിട്ട് ഞാൻ അവരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് ദാനധർമ്മങ്ങളൊക്കെ നടത്തി അവരെ സന്തോഷിപ്പിക്കുക എന്നതും ഇല്ലായിരുന്നുവെങ്കിൽ മാ കുന്തു ഊസിറു, ഞാൻ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. ഇത്റാബൻ, സമ്പത്ത് അധികരിപ്പിക്കലിനെ ഞാൻ തിരഞ്ഞെടുക്കില്ലായിരുന്നു. ഐശ്വര്യത്തെ തിരഞ്ഞെടുക്കില്ലായിരുന്നു. അലാ തറബി, ദാരിദ്ര്യത്തേക്കാൾ. ഞാൻ ദാരിദ്ര്യത്തേക്കാൾ ഇത്റാബിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, സമ്പത്ത് അധികരിപ്പിക്കലിനെ, ഐശ്വര്യത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം പാവങ്ങളായ ആളുകൾ, ഫക്കീറന്മാരായ ആളുകൾ വരുമെന്ന പ്രതീക്ഷ, എന്നിട്ട് അവരെ സന്തോഷിപ്പിക്കുമെന്ന ആ പ്രതീക്ഷ കാരണമായിട്ടാണ് ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ഫ ഉർലിയഹു, ഉർലിയ, അറുല, യുർലി. ഉർലിയ എന്നുള്ളത് മുദാരിയ ഫീലാണ്. ആ ഫീലിനെ ഫാ കൊണ്ട് അത്ഫ് ചെയ്തു. എവിടേക്ക് അത്ഫ് ചെയ്തത്? തവക്കുഉ എന്ന മസ്തറിലേക്ക് അത്ഫ് ചെയ്യാണ്. ലൗലാ തവക്കുഉ മുഅ്തരിൻ, ഒരു ഫക്കീർ വരുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ ഫ ഉർലിയ ഉണ്ട് ഞാൻ അവരെ സന്തോഷിപ്പിക്കുക എന്ന ആ പ്രതീക്ഷയും ഇല്ലായിരുന്നുവെങ്കിൽ ആ തവക്കുഉ എന്നുള്ളത് ഉർലിയ നമുക്ക് അത്ഫാണ്, ഉർലിയ എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവാം? ഈ അന്യം മറിഞ്ഞ് നസ്ബ് ചെയ്യും ഉർലിയ എന്നതിനെ. ആ മസ്തർ അവലായ മസ്തർ ആയിരിക്കും തവക്കുഉ നമുക്ക് അത്ഫായിട്ടുണ്ടാവാം. അപ്പോൾ ലൗലാ തവക്കുഉ മുഅ്തരിൻ ഫ ഇർളാഇ ഇയാഹു എന്നുണ്ടാവുക വ്യാഖ്യാനിക്കുമ്പോൾ. ഏതാവട്ടെ, ഇവിടെ അന്യം മറിഞ്ഞ് നസ്ബ് ചെയ്യും. ഇനി സുമ്മ എന്ന് പറയുന്ന അത്ഫിൻ്റെ അക്ഷരത്തിന് ഉദാഹരണം ഇന്നി വഖത്ലി സലീക്കൻ സുമ്മ അഅഖിലഹു കസൗരി യുദ്റബു ലമ്മ ആഫത്തിൽ ബഖറു. ഇന്നി തീർച്ചയായും ഞാൻ, വഖത്ലി സലീക്കൻ, സലീക്ക് എന്ന് പറയുന്ന ഒരു ഓട്ടക്കാരൻ ഉണ്ടായിരുന്നു ജാഹിലി കാലഘട്ടത്തിൽ. അയാളെന്ത് ചെയ്തു? ഒരു പെണ്ണിനെ ഒറ്റക്ക് കണ്ടപ്പോൾ വ്യഭിചരിച്ചു. അത് കണ്ടപ്പോൾ ഈ കവിത പാടുന്ന കവി എന്ത് ചെയ്തു? അയാളെ ഒറ്റ വെട്ടിന് അയാളെ കൊന്നു. ഏതവിടെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എന്ത് ചെയ്യണം? ദിയാദനം നൽകണമല്ലോ. അങ്ങനെ കുറേ സമ്പത്ത് 100 ഒട്ടകം എന്ത് ചെയ്തു? ഈ സലീക്കിൻ്റെ കുടുംബത്തിന് കവി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഏതോ ഒരു പെണ്ണ് ആ പെണ്ണിനെ സലീക്ക് വ്യഭിചരിച്ചപ്പോൾ തൻ്റെ സമ്പത്തിൽ നിന്ന് 100 ഒട്ടകം എന്ത് ചെയ്തു? കുറഞ്ഞു. 100 ഒട്ടകം മൂപ്പര് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കവി പാടാണ് ഇന്നി തീർച്ചയായും ഞാൻ വഖത്ലി സലീക്കൻ, ഞാൻ സലീക്കിനെ കൊല്ലുക എന്നതോടുകൂടെ, എന്നിട്ട് സുമ്മ അഴക്കിലോ, എന്നിട്ട് ഞാൻ മൂപ്പർക്ക് അക്കിൽ നൽകുക. അക്കിൽ എന്ന് പറഞ്ഞാൽ ദിയാദനം നൽകുക. ദിയാദനം നൽകലോടുകൂടെ ഞാനാകുന്നത് കസൗരി, ഒരു കാളയെ പോലെയാണ് എൻ്റെ അവസ്ഥ. എങ്ങനത്തെ കാളയാണ്? യുദ്റബു, കാളയെ അടിക്കപ്പെടുന്നു. ലമ്മ ആഫത്തിൽ ബക്കറു,
പശു വെള്ളം കുടിക്കാത്തതിന്, പശു വെള്ളം കുടിക്കാൻ മടിച്ചതിന് പശുവിനെ തല്ലൂല, നല്ല പാലൊക്കെ തരുന്ന ജീവിയായതുകൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന പാലിനും ദോഷമുണ്ടാകും. ഹോർമോണുകളൊക്കെ പല ഹോർമോണുകളൊക്കെ പാലിൽ കലരും, അങ്ങനെ ദോഷം ഉണ്ടാകുമെന്ന് കരുതി പശുവിനടിക്കൂല, മറിച്ച് കാളയാണ് അടിക്കുക. അപ്പോൾ ആർക്കോ വേണ്ടി അടികൊള്ളപ്പെടുന്ന കാളയെപ്പോലെയാണ് എൻ്റെ അവസ്ഥ എന്ന് കവി പാടി. ഏതായിട്ട് ഇവിടെ കത്തിലി സലീക്കൻ സുമ്മ അഴക്കിലഹു, ഈ കത്തിലി എന്നത് കത്തഫാണ്, സുമ്മ അഴക്കിലഹു എന്നുള്ള മുലാരിയ ഫീൽ, സുമ്മ കൊണ്ട് അത്തഫ് ചെയ്തു, അഴക്കിൽ എന്ന് മുലാരിയനെ. ഇവിടെ അത്തഫ് ചെയ്തത് കത്തില എന്ന് പറയുന്ന മസ്തറിൻ്റെ മേലാണ് അത്തഫ് ചെയ്തത്. അതായത് ഹാരിസായ ഇസ്മിൻ്റെ മേൽ മുലാരിയായ ഫീലിനെ അത്തഫ് ചെയ്തു. ഇവിടെയും അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്ത് നിർബന്ധമാണ്. അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്ത് നിർബന്ധമല്ല, അന്ന് ഒന്നും എന്നോട് പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം. പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കണം, ഇനി വേണമെങ്കിൽ അവിടെ പറയുകയും ചെയ്യാം. മറ്റുദാഹരണം അത്തഫിൻ്റെ അക്ഷരം അടുത്തതാണ് ഔ എന്നുള്ളത് അല്ലേ. ആയത്താണ് വമാ കാനലി ബഷരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹയ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നിഹി മാ യശാഉ. വമാ കാന ലി ബഷരിൻ, ഒരു മനുഷ്യനും യോജിച്ചതല്ല, അൻ യുകല്ലിമഹുല്ലാഹു, അള്ളാഹു അവനോട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാളോടും അള്ളാഹു തആല നേരിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് യോജിച്ചതല്ല. എങ്ങനെയല്ലാതെ ഇല്ലാ വഹയ്യൻ, വഹി ആയിക്കൊണ്ടല്ലാതെ, സ്വപ്നത്തിലോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിപ്പിക്കുക എന്ന് പറയുന്ന ഇൽഹാമിലൂടെയൊക്കെ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുക എന്നല്ലാതെ, അല്ലെങ്കിൽ ഔ മിൻ വറാഇ ഹിജാബിൻ, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് സംഭവിച്ചതുപോലെ ശബ്ദം കേൾക്കും, അള്ളാഹിനെ കാണൂല, ഇങ്ങനെ മറയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് ശബ്ദം മാത്രം കേൾപ്പിക്കുന്ന രൂപത്തിലല്ലാതെ, ഔ യുർസില റസൂലൻ, അല്ലെങ്കിൽ ഒരു ദൂതനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയോ അങ്ങനെ ദൂതന്മാരെ പറഞ്ഞയച്ച് എന്നിട്ട് ഫയൂഹി ബിഇദ്നിഹി മാ യശാഉ, ആ ദൂതൻ എന്ത് ചെയ്യും, അള്ളാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ആ നബിക്ക് അല്ലെങ്കിൽ ആ മനുഷ്യന് വഹി നൽകുന്നു. ആ മനുഷ്യൻ നബിയായിരിക്കും, അപ്പോഴല്ലേ വഹി നൽകുക, ആ നബിക്ക് വഹി നൽകുക. ഇങ്ങനെ അല്ലാതെ അള്ളാഹു തആല നേരിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരാൾക്കും ഉണ്ടാവുകയില്ല, ഒരാൾക്കും യോജിച്ചതല്ല. ഇവിടെ ഇല്ല വഹയ്യൻ എന്ന് പറഞ്ഞല്ലോ, വഹി നിലക്കല്ലാതെ. അവിടെ കത്തുഫാണ് ഔ മിൻ വറാഇ ഹിജാബിൻ എന്നുള്ളതും ഔ യുർസില റസൂല എന്നുള്ളതൊക്കെ. അപ്പോൾ ഔ യുർസില, യുർസില എന്നുള്ള മുലാരിയ ഫീലിനെ ഔ എന്നതുകൊണ്ട് അത്തഫ് ചെയ്തു. എങ്ങോട്ട് അത്തഫ് ചെയ്തത്? വഹയ്യൻ എന്ന് പറയുന്ന ഈ ഖാലിസായ ഇസ്മമ്മക്കാണ് അത്തഫ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഔ എന്നുള്ളതിൻ്റെ ശേഷം അവിടെ അന്ന് മറച്ച് മൻസൂബാണ് നർത്ഥം. അപ്പോൾ ഔ അൻ യുർസില എന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇല്ല വഹയ്യൻ ഔ ഇർസാലൻ ബി റസൂലിൻ എന്നൊക്കെ ഉണ്ടാവുക. ഒരു മസ്തർ കൊണ്ട് തെവിലേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞെന്താണ്, നമ്മൾ അന്ന് തുളുമറു അൻ ജവാസൻ, ജവായിസായ നിലക്ക് അന്നെ മറക്കപ്പെടും. ഫി മൗദു ഇനി രണ്ട് സ്ഥലങ്ങളിൽ. ഒന്നാമത്തെ സ്ഥലമാണ് ബഅദ ഹറഫിൻ ആത്തിഫിൻ, അത്തിഫിൻ്റെ അക്ഷരത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞു. അതിന് മുമ്പ് എന്ത് വരണം? ഒരു ഖാലിസായ ഇസ്മ വരണം. അവിടേക്ക് അത്തഫ് ചെയ്യപ്പെട്ട ഒരു മുലാരിയായ ഫീലിനാണ് അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യുന്ന ഒരു സന്ദർഭം. ഇനി രണ്ടാമത്തത് ബഅദ ലാമിൽ ജാറത്ത്, ജെറു ചെയ്യുന്ന ലാൻ്റെ ശേഷം, ലാ എന്നതിൻ്റെ ശേഷം എന്ത് ചെയ്യാറുണ്ട്? മുലാരിയ ഫീലിന് അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലകല്ലാഹു, ഇന്നാ ഫതഹ്നാ ലക, ഓ നബിയെ തങ്ങൾക്ക് നാം ഫതഹ് നൽകിയിരിക്കുന്നു. ഫതഹൻ മുബീന, വ്യക്തമായ ഫതഹ്, വിജയം തങ്ങൾക്ക് നാം നൽകിയിരിക്കുന്നു. എന്തിനാണ് നൽകിയത്? ലിയഗ്ഫിറ ലകല്ലാഹു, അല്ലാഹു തആല തങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകാൻ വേണ്ടി. എന്നിട്ട് ഇവിടെ ലിയഗ്ഫിറ എന്നുള്ളത് ലാമ് ജറിൻ്റെ ലാമാണ്. ആ ലാമിൻ്റെ ശേഷം യഗ്ഫിറ എന്ന ഫീല് വന്നു. അവിടെ അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യുന്നു എന്നർത്ഥം. അവിടെ അന്ന് പറയുകയും ചെയ്യുക, പറയാതിരിക്കുകയും ചെയ്യട്ടോ. ലി അൻ യഗ്ഫിറ ലക എന്ന് പറയാം, അല്ലെങ്കിൽ ലി യഗ്ഫിറ അന്ന് സങ്കല്പിച്ചാലും മതി. ഏതാവട്ടെ, ഇങ്ങനെ അത്ഫിൻ്റെ അക്ഷരത്തിൻ്റെ ശേഷവും അതുപോലെ ജറിൻ്റെ ലാമിൻ്റെ ശേഷവുമാണ് മുലാരിയ ഫീലിന് അന്ന് മറിഞ്ഞ് നസ്ബ് ചെയ്യുന്ന. അന്ന് മറയൽ അവിടെ ജായിസാണ്. ഈ രൂപത്തിൽ
നസ്ബ് ചെയ്യുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഇനി തൽഹറു അത് തലീലിന് വേണ്ടിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്, ലിയഗ്ഫിറ എന്നുള്ളത്. തലീലിൻ്റെ ലാമും ജെറ് ചെയ്യുന്ന ലാം തന്നെയാണല്ലോ. അതെ അതെ, അത് ജെറ് ചെയ്യുന്ന ലാം അത് തലീലിന് വേണ്ടി വരാം, ആഖിബത്തിന് വേണ്ടി വരാം, ഇങ്ങനെ പല അർത്ഥങ്ങൾക്ക് വരാം. അർത്ഥം പരിഗണിച്ചിട്ടാണ് അവിടെ തലീലാണോ ആഖിബത്തിനാണെന്നൊക്കെ പറയാം. ജാറത്ത് എന്നുള്ളത് അതിൻ്റെ അമലാണ്, ജെറ് ചെയ്യുന്ന ലാം അത് ഏതർത്ഥത്തിന് വരുന്നു എന്നതിനനുസരിച്ച് പേരുകൾ ധാരാളം ഉണ്ടാവും. ഓക്കെ, ഇനി തൽഹറു അൻ വുജൂബൻ ഇദാ കാനൽ ഫിഅലു മഖ്റൂനൻ ബില. ഇനി അടുത്തത് അന്ന് നിർബന്ധമായിട്ടും ലാഹിറാവേണ്ട സന്ദർഭങ്ങൾ. നേരത്തെ പറഞ്ഞത് അനുവദനീയമാണ്, ലാഹിറാകാനും പറ്റും മുദ്മറാവാനും പറ്റും. അന്ന് ആ സന്ദർഭമാണ് 2 എണ്ണം പറഞ്ഞത്. ഇനി പറയണത് അന്ന് ലാഹിറാവൽ, അതായത് മറക്കപ്പെടാൻ പറ്റില്ല, ലാഹിറാവൽ നിർബന്ധമാണ്. എപ്പോഴാണിത്? ഇദാ കാനൽ ഫിഅലു മഖ്റൂനൻ ബി ലാ, ലാ കൊണ്ട് അന്വരിച്ച ഫീലാണെങ്കിൽ, ലായോട് കൂടെ വന്ന ഫീലാണെങ്കിൽ, അന്നിന് ശേഷം വരുന്ന മുദാരിഅ ഫീലിൻ്റെ കൂടെ ലാ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ അന്ന് അവിടെ സ്വരീഹൻ പറയൽ നിർബന്ധമാണ്, സങ്കല്പിക്കാൻ പറ്റില്ല. അതിനുദാഹരണമാണ് ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബി, അഹ്ലു കിതാബുകാർ അറിയാൻ വേണ്ടി. ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്, അഹ്ലു കിതാബുകാർ അറിയാൻ വേണ്ടി. അത് തൊട്ടും മുമ്പ് കുറേ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ജനങ്ങളെ, ഇത്തഖുല്ലാഹ വ ആമിനു ബി റസൂലിഹി, നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വ ചെയ്യുവീൻ, അതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുവീൻ. എന്നാൽ യുഅ്തികും കിഫ്ലൈനി മിർ റഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് 2 ഓഹരി നിങ്ങൾക്ക് അള്ളാഹു നൽകും. ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച പ്രതിഫലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച പ്രതിഫലവും നിങ്ങൾക്ക് അള്ളാഹു നൽകും. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, വയജ്അൽ ലക്കും നൂറൻ, അള്ളാഹു തആല നിങ്ങൾക്ക് പ്രകാശം സൃഷ്ടിച്ചു തരും. തംശൂന ബിഹി, ആ പ്രകാശം കൊണ്ട് നിങ്ങൾ സിറാത്ത് പാലത്തിലൂടെ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനത്തെ പ്രകാശങ്ങൾ അള്ളാഹു തആല നൽകും. വയഗ്ഫിർ ലക്കും, അള്ളാഹു തആല നിങ്ങൾക്ക് പാപങ്ങളൊക്കെ പുറത്തു തരികയും ചെയ്യും. അല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു തആല പാപം വല്ലാതെ പൊറുക്കുന്നവനാണ്, റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഈ കാര്യം നിങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തരുന്നത് എന്തിനാണ്? ലി അല്ലാ യഅലമ അഹ്ലുൽ കിതാബ്, അഹ്ലു കിതാബുകാർ അറിയാൻ വേണ്ടിയാണ്. എന്തറിയാൻ വേണ്ടി? അല്ലാ യഖ്ദിറൂന അൻ, തീർച്ചയായും കാര്യം, ലാ യഖ്ദിറൂന അലാ ഷൈഇൻ മിൻ ഫളില്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ഒന്നും അവർക്ക് മിൽക്കാക്കാൻ കഴിയുകയില്ല, അത് അവർക്ക് സ്വന്തമാക്കാനോ ഒന്നിനുമുള്ള കഴിവ് അവർക്കില്ല. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ അവർ നൽകും എന്നല്ലാതെ. അഹ്ലു കിതാബുകാർ പറഞ്ഞു നടക്കുന്നുണ്ട്, ഞങ്ങൾ അള്ളാഹിൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടക്കാരാണ്, അള്ളാഹു തആല ഞങ്ങൾക്കാണ് സ്വർഗം തരാന്നൊക്കെ പറയണ്ടല്ലോ. അതൊരിക്കലും ഇല്ല എന്ന് അവരറിയാൻ വേണ്ടി. അപ്പോൾ ലി അല്ലാ യഅലമ, ആ ലാ സായിദിയായ ലാ കേട്ടോ, ഏതാവട്ടെ അവിടെ ലി അൻ ലാ യഅലമ, യഅലമൻ്റെ ഫേലിൻ്റെ കൂടെ ലാ വന്നിട്ടുണ്ട്, ലാ യഅലമ എന്ന് വന്നിട്ടുണ്ട്. ഈ ലാ യഅലമ വന്നതുകൊണ്ട് പിന്നെ ജറിലെ ഹർഫിൻ്റെയും ഈ ലാ യഅലമിൻ്റെയും ഇടയിൽ അവിടെ അന്ന് പറയൽ നിർബന്ധമാണ്. അന്നവിടെ സങ്കല്പിച്ചുകൊണ്ട് ലി ലാ യഅലമ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആ ലാമൊക്കെ അടുത്തടുത്ത് വരുമല്ലോ, ഇങ്ങനെ പറ്റില്ല. ലി ലാ യഅലമ അത് പറ്റില്ല. മറിച്ച് ഈ സന്ദർഭത്തിൽ അവിടെ അന്ന് സ്വരീഹൻ പറയൽ നിർബന്ധമാണ്. അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്ത ഉദാഹരണം ലി അല്ലാ യഅലമ എന്നിടത്ത് ലാ സായിദിയ ലാക്ക് ഉദാഹരണമാണ്. കാരണം അർത്ഥം ലി അൻ യഅലമ എന്നാണ്, ലാ സായിദിയാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിൽ ലി അല്ലാ യകൂന എന്നുള്ളിടത്ത് ലാ നഫി ചെയ്യുന്ന ലായാണ്, നാഫിയാണ്. ഏതാവട്ടെ അവിടെയും ലാ ഉണ്ട്, നാഫി ആവട്ടെ സായിദി ആവട്ടെ ലാ ഉണ്ട്. ലാ ഉണ്ടെങ്കിൽ പിന്നെ അന്ന് സ്വരീഹൻ പറയൽ നിർബന്ധമാണ്. ഇപ്പോൾ റുസുലൻ മുബശ്ശിരീന വ മുന്ദിരീന, റുസുലൻ പ്രവാചകന്മാർ അള്ളാഹു തആല അയച്ചു, മുബശ്ശിരീന വ മുന്ദിരീന സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ടും നരകം കൊണ്ട് ഭയപ്പെടുത്തി അറിയിക്കുന്നവരായിക്കൊണ്ടും പ്രവാചകന്മാർ അള്ളാഹു തആല അയച്ചു. എന്തിനാണ് അയച്ചത്? ലി അല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദുർ റുസുൽ, പ്രവാചകന്മാരെ അയച്ചതിന് ശേഷം പിന്നെ ജനങ്ങൾക്ക് അള്ളാഹ്ക്കെതിരിൽ പറയാൻ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടി. ലി അല്ലാ യകൂന
ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ലിന്നാസി ജനങ്ങൾക്ക് അലല്ലാഹി അള്ളാഹുവിനെതിരിൽ പറയാൻ ഹുജ്ജത്തുൻ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടി ബഅദ റുസുലി പ്രവാചകന്മാരയച്ചതിൻ്റെ ശേഷം. ആ പ്രവാചകന്മാരയച്ച് പ്രബോധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആഖിറത്തിൽ പറയാൻ പറ്റില്ലല്ലോ, പഠിച്ചവനെ ഞങ്ങൾക്ക് ഈ പ്രവാചകന്മാരൊന്നും അയച്ച് ഞങ്ങൾക്ക് സത്യം ഇന്നതാണെന്ന് വ്യക്തമാക്കി തന്നിട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങൾ പേച്ചു പോയത് എന്നൊന്നും ഇനിയൊരു ന്യായം അവർക്ക് പറയാനില്ല. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി, ന്യായമില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹു തആല പ്രവാചകന്മാരെ അയച്ചു. അവിടെ ലി അല്ലാ യകൂന, ലാ നഫീൻ്റെ ലായാണ്. അപ്പോൾ മുളാരിയ ഫീലിൻ്റെ കൂടെ ലാ വന്നു. ഇനി ഈ ജറിൻ്റെ ലാമിൻ്റെയും ലായക്കൂവിൻ്റെയും ഇടയിൽ അന്ന് സങ്കല്പിക്കാൻ പറ്റില്ല, അത് പറയാൻ തന്നെ വേണം. അതാണ് ലി അൻ ലായക്കൂന. ഖുർആനിലെ എഴുത്ത് കൂട്ടിയിട്ടുള്ള എഴുത്താണുള്ളത്, അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ് ലി അല്ലായക്കൂന കേട്ടോ. ഖുർആനിലെ എഴുത്ത് അങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ ഖുർആൻ എഴുതുമ്പോൾ. ഏതാവട്ടെ, അവിടെ അന്ന് സ്വരീഹൻ പറയൽ നിർബന്ധമായ ഘട്ടമാണ് ഈ ഫീലിൻ്റെ കൂടെ ലാ വന്നാൽ. ഇനി അടുത്ത സന്ദർഭം തുളുമറു അൻ വുജൂബൻ ഫി ഹംസത്തി മവാദിയ. 5 സ്ഥലങ്ങളിൽ അന്ന് മറക്കപ്പെടൽ നിർബന്ധമായ 5 സന്ദർഭങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പറയാം കേട്ടോ. അന്ന് മറക്കപ്പെടൽ നിർബന്ധ 4 സന്ദർഭങ്ങൾ. ഇതേ പറഞ്ഞെന്തായിരുന്നു തൊട്ട് മുമ്പ് പറഞ്ഞത്? അന്ന് ലാഹിറൻ പറയൽ നിർബന്ധമായ ഒരു ഘട്ടം പറഞ്ഞു. അതിൻ്റെ മുമ്പ് അന്ന് പറയുകയും ചെയ്യാം, പറയാതിരിക്കുകയും ചെയ്യാം, സങ്കല്പിക്കുകയും ചെയ്യാം, സ്വരീഹൻ പറയുകയും ചെയ്യാം. അങ്ങനത്തെ 2 സന്ദർഭങ്ങൾ പറഞ്ഞു. ഓക്കെ. പിന്നെ നസ്ബ് ചെയ്യാത്ത അന്ന് ഒരുപാടുണ്ട്. അതാണ് മുഖഫഫായ അന്നുണ്ട്, സായിദിയായ അന്നുണ്ട്, മുഫസ്സിറത്തായ അന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഓക്കെ. ഇന്ന് സംശയങ്ങളുണ്ടോ? എങ്ങനെ? റെക്കോർഡിംഗ് ആണ്.